परमेश्वर के नाम की महिमा हो। ഇങ്ങനെ ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ ഇവിടെ കടന്നു വരുവാൻ ഇവിടെയുള്ള ദൈവജനമായ നിങ്ങളോടൊപ്പം ഒരുമിച്ച് കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ച ഈ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. इस हफ्ते के पहले दिन परमेश्वर ने हमें यह भाग्य दिया कि हम आप सबके सन्मुख आ सके, प्रभु के संत जनों के साथ मिलकर परमेश्वर की आराधना कर सके, इसलिए हम परमेश्वर का धन्यवाद करते हैं। നിങ്ങൾ കേട്ടതുപോലെ എൻ്റെ പേര് ജോസഫ് പീറ്റർ എന്നാണ്. जैसे आपने सुना, मेरा नाम जोसेफ पीटर है ജോസ് പീറ്ററുടെ പിതാവാണ്. और जोस पीटर का पिता हूँ मैं। 1992 2015 വരെ ഷാർജയിൽ ഉള്ള ദൈവജനത്തോടു കൂടെ ചേർന്ന് വലിയവനായ ദൈവത്തെ ആരാധിക്കുകയും ഇളയ നിലയിൽ ശുശ്രൂഷകൾ ചെയ്യുകയും ചെയ്തു. कुछ समय तक मैं शारजा में परमेश्वर की सेवकाई कर रहा था और अपने कामों में भी मैं अपना परमेश्वर की महिमा कर रहा था. 2015 അത് എല്ലാം ഒഴിവാക്കി നാട്ടിലേക്ക് ഞങ്ങൾ കടന്നു വന്നു. और 2015 में उसे बंद कर मैं अपने गांव वापस चला गया. അതിനുശേഷം വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന കുഞ്ഞുങ്ങളോടൊപ്പം കൊച്ചുമക്കളോടൊപ്പമാണ് ഞങ്ങളുടെ സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. और उसके बाद अपने बच्चों के और बच्चों के साथ हमारा जीवन हम व्यतीत करते हैं. ഞങ്ങളുടെ മൂന്നാമത്തെ വിസിറ്റാണ് ഇത് ഓസ്ട്രേലിയയ്ക്ക്. और ऑस्ट्रेलिया में ये हमारा तीसरा विजिट है. 2019 സെപ്റ്റംബറിൽ ഞങ്ങൾ ഇവിടെ വന്നു. 2019 सितंबर में हम यहाँ आए. കർത്താവ് അനുവദിച്ചാൽ അടുത്ത മാസം 20-ാം തീയതി ഞങ്ങൾ ഇവിടെ നിന്നും നാട്ടിലേക്ക് കടന്നുപോയി. അവിടെ നിന്നും ജർമ്മനിയിലുള്ള ഞങ്ങളുടെ രണ്ടാമത്തെ മകൻ്റെ അവിടേക്ക് പോകുന്നതായിരിക്കും. और अगर परमेश्वर की इच्छा हो तो अगले महीने हम यहाँ से अपने बच्चे की तरफ जो जर्मनी में है उनके पास जाना चाहेंगे. ഇവിടെ ദൈവവചനത്തിൽ നിന്നും സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇത് മലയാള സർവീസ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു 50 മിനിറ്റിലിരുന്ന് 1 മണിക്കൂർ വരെയെങ്കിലും സമയം കാണുമെന്ന്. और जब मुझे कहा गया कि यहाँ पे परमेश्वर के वचन से बांटना है, मुझे लगा कुछ ज़्यादा समय मेरे पास होगा. നാട്ടിലെ തിരുവനന്തപുരത്ത് മലയൻകീഴ് സഭയിൽ ആണ് ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം में मलनकीरिल कलीसिया में हम परमेश्वर की आराधना करते हैं. അവിടെ വചന ശുശ്രൂഷ എന്ന് പറയുന്നത് ഏകദേശം 1 മണിക്കൂർ സമയമാണ്. वहाँ पे परमेश्वर का वचन हम लगभग 1 घंटा बांटते हैं. ആ നിലയിലാണ് ഞാൻ ഒരുങ്ങിയത്. എന്നാൽ ഇവിടെ വന്നപ്പോൾ സമയം വളരെ കുറവാണ് എന്ന് ഞാൻ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. तो मैं 1 घंटे के हिसाब से मैंने तैयार किया, लेकिन यहाँ जब मैं आया मुझे पता लगा कि यहाँ मुझे उतना समय नहीं मिलेगा. എങ്ങനെ ഇത് വെട്ടിച്ചുരുക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. और मैं नहीं जानता कि कैसे इसे कम करके मैं बोलूं. വലിയവനായ ദൈവത്തിന്റെ കരങ്ങളിൽ എന്നെ തന്നെ സമർപ്പിച്ചു. परमेश्वर के बड़े हाथ में मैं इसे देता हूँ. എനിക്ക് ഈ സാവകാശം തന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. और ये समय मुझे दिया, इसलिए इस कलीसिया का धन्यवाद मैं करता हूँ. ഇവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട സഹോദരന്മാർക്കും മൂപ്പന്മാർക്കും അത് ശാന്തമായി ശ്രവിക്കുവാൻ എൻ്റെ മുൻപിലിരിക്കുന്ന നിങ്ങൾക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. आप सबको और इस कलीसिया के अगुवाओं को भी मैं अपना हृदयपूर्वक धन्यवाद करता हूँ. എല്ലാ മാനവും മഹത്വവും ഞാൻ എൻ്റെ കർത്താവിൻ്റെ പുണ്യഭാഗത്തിൽ തന്നെ സമർപ്പിക്കുന്നു. और सभी मान और महिमा मैं अपने परमेश्वर के चरणों पर देता हूँ. പ്രാരംഭമായി നമുക്ക് യോഹന്നാന്റെ ഒന്നാം ലേഖനം यूहन्ना की पहली पत्री 1 ജോൺ ചാപ്റ്റർ 2 രണ്ടാം അധ്യായം उसका दूसरा अध्याय 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 30 से 11 तक मैं वचन पढ़ना चाहूँगा. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിൽ ഇല്ല. എന്നാൽ ആരെങ്കിലും അവൻ്റെ വചനം പ്രമാണിക്കുന്നു എങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. നാം അവനിൽ ഇരിക്കുന്നു എന്ന് ഇതിനാൽ നമുക്ക് അറിയാം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല, ആദ്യം മുതൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പനയത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആ പഴയ കൽപ്പന നിങ്ങൾ കേട്ട വചനം തന്നെ. പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറയാം. അത് അവനിലും നിങ്ങളിലും സത്യമായിരിക്കുന്നു. ഇരുട്ട് നീങ്ങിപ്പോകുന്നു, സത്യവെളിച്ചം ഇതാ പ്രകാശിക്കുന്നു. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നോളം ഇരുട്ടിലിരിക്കുന്നു. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ട് അവൻ്റെ കണ്ണ് കുരുടാക്കുകയാൽ എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല. पहली यूहन्ना की पत्री उसका दूसरा अध्याय 3 से 11 तक. ഈ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം ഓരോ ദൈവ പൈതലും ദൈവസഭയും വായിച്ച് ധ്യാനിക്കേണ്ട ഒരു ലേഖനം തന്നെയാണ്. ये आवश्यक है हर एक परमेश्वर का जन ये पहला यूहन्ना की पत्री को पढ़े. വീണ്ടും 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 വായിച്ച്
ധ്യാനിക്കേണ്ടിയ ഒരു മനോഹരമായ ലേഖനമാണ് ഇത്. और ये एक इतना मनोहर लेखन है जिसे बार बार पढ़कर ध्यान करना है. ഈ 5 അധ്യായങ്ങൾ വായിക്കുമ്പോൾ അത് അനേകം ആത്മീയ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. इस 5 अध्याय को जब हम पढ़ते हैं कहीं बातें हम इससे सीख सकते हैं. ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത് തന്നെ നാം ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുത്തി കാണിക്കണം എന്നുള്ളതാണ്. और इस वचन के जरिए हमें यही ये दर्शाया गया है, यदि हम परमेश्वर के हैं कहते हैं तो हमारे जीवन से भी ये दिखना चाहिए. അതിനുള്ള ആ പ്രാക്ടിക്കൽ തിങ്സ് ആണ് യോഹന്നാൻ നമ്മെ ഇതിൽ കൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. और उस प्रकार यूहन्ना इन बातों को हमें दर्शाता है. എഴുതിയ എഴുത്തുകാരൻ ആരാണ്? और किसने इस वचन को लिखा? അപ്പോസ്തലനായ യോഹന്നാനാണ്. यूहन्ना ने लिखा ये वचन. കർത്താവിന് പ്രിയനായിരുന്ന ശിഷ്യൻ. वह शिष्य जो परमेश्वर को प्रिय था. നാം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 10-ാം അധ്യായം വായിക്കുമ്പോൾ 11-ാം അധ്യായം വായിക്കുമ്പോൾ कोरिन्थियों की पत्री उसका पहला कोरिन्थी और 11 अध्याय जब हम पढ़ते हैं, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത് സഭയോട് ഇങ്ങനെ പറയുകയാണ്. अपोस्तल पत्रस कोरिन्थ की कलीसिया से ऐसा कहता है, നിങ്ങൾ ഒരു കാര്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. वो चाहता है कि आप सभी बातों को जान लें. എന്താണ് ആ കാര്യം? और वो बातें क्या है? നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. कि हमारे पिता पूर्व पिता इस आकाश के मध्य थे. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. और वो सब समुद्र के जरिए पार किए गए. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. और वे सब आकाश और समुद्र में उन्होंने बपतिस्मा लिया. മോശയോടുകൂടെ ചേർന്ന് എല്ലാവരും ഒരേ ആത്മീയാഹാരം കഴിച്ചു. मूसा के साथ मिलके वे सब एक ही आत्मिक आहार को खाते थे. ഒരേ ആത്മീയ പാനീയം കുടിച്ചു. और एक ही आत्मिक पात्र पीते थे. അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. और उन्होंने वह पात्र पिया जिसके पीछे वे चलते थे. ആ പാറ ക്രിസ്തു ആകുന്നു. और वह चट्टान क्या था? वह चट्टान यीशु था. എങ്കിലും लेकिन फिर भी അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. लेकिन उन सब के ऊपर परमेश्वर प्रसन्न ना हुआ. കൊരിന്തി സഭയെ ദൈവം വളരെ വളരെ അധികമായി അനുഗ്രഹിച്ചിരുന്നു. അവർക്ക് യാതൊരു കുറവും ഇല്ലാതെ എല്ലാ ആത്മീയ അനുഗ്രഹവും ദൈവം അവർക്ക് നൽകിയിരുന്നു. कोरिन्थ की कलीसिया को परमेश्वर ने हर प्रकार की आत्मिक आशीषें प्रदान की थी. എന്നാൽ നമുക്കറിയാവുന്നതുപോലെ അവിടെ ഏറാളം ഒരുപാട് പ്രശ്നങ്ങൾ ആ സഭയിൽ ഉണ്ടായി. लेकिन हम जानते हैं कहीं परेशानियां उस कलीसिया के मध्य थी. അവരോടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾ ഒരു കാര്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. और उन लोगों से पत्रस यहाँ कहता है, मैं चाहता हूँ कि तुम सभी बातों को जान लो. നമ്മുടെ പിതാക്കന്മാരെ നോക്കി പാർക്കുക. वह कहता है अपने पूर्व पिताओं को देखो. എല്ലാവരും ആ മിസ്രയീമിന്റെ അടിമത്വത്തിലിരുന്ന് വീണ്ടെടുക്കപ്പെട്ടവരാണ്. वे सब मिस्र के अधीनता में थे, लेकिन वह वहां से बचाए गए. അവരെല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. और वह सब परमेश्वर के बच्चे हैं. എല്ലാവർക്കും അത് അവകാശപ്പെടുവാൻ കഴിയും. അതിലെ ഓരോരുത്തർക്കും പറയുവാൻ കഴിയും, ഞാൻ ദൈവ പൈതലാണ്. वह सब एक एक कह सकते हैं कि हम परमेश्वर के पुत्र हैं. മിസ്രയീമിന്റെ അടിമത്തനത്തിൽ ഇരുന്ന് വീണ്ടെടുക്കപ്പെട്ടവനാണ്. वह कह सकते हैं कि हम मिस्र के अधीनता से बचाए हुए हैं. എന്നാൽ തിരുവചനം അവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത് സഭയ്ക്ക് പറയുകയാണ്, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. लेकिन वहां प्रेरित पौलुस वहां पे कहता है, उसके बावजूद भी परमेश्वर सबसे प्रसन्न ना हुआ. എന്തുകൊണ്ട്? कारण क्या था? ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കണ്ടിട്ടും उन्होंने परमेश्वर के महान कार्यों को देखा. ദൈവത്തിന്റെ ആ വലിയ വീണ്ടെടുപ്പ് അവർ അനുഭവിച്ചിട്ടും उन्होंने इसको देखा, वो कैसे परमेश्वर അവർ उन्हें ദൈവത്തോട് बचाया. മത്സരിച്ചു. उन्होंने परमेश्वर के खिलाफ बैर किया. ദൈവത്തെ പരീക്ഷിച്ചു. उन्होंने परमेश्वर की परीक्षा ली. 10 പ്രാവശ്യമെങ്കിലും അവർ പരീക്ഷിച്ചു. 10 बार लगभग उन्होंने उसकी परीक्षा ली. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? और उसके क्या हुआ? അവരിൽ അനേകരെ ദൈവം അവിടെ മരുഭൂമിയിൽ തള്ളിക്കളഞ്ഞു. उस वजह से परमेश्वर ने उस मरुभूमि में कहियों को हाथ त्याग दिया. ഒരു വലിയ സത്യമാണ് അത്, നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. ये एक सत्य है, हम सबको इसे നാം जानना है. എല്ലാവരും ദൈവ മക്കളാണ്, അതിൽ യാതൊരു സംശയവുമില്ല. हम सब परमेश्वर के पुत्र हैं, इसमें कोई दो राह नहीं. കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരു രക്തത്താൽ കഴുകപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവജനമാണ്. हम प्रभु यीशु मसीह के रक्त से जरिए बचाए हुए छुड़ाए हुए परमेश्वर के लोग हैं. എന്നാൽ എൻ്റെ സ്ഥാനം ദൈവം എനിക്ക് തന്നിരിക്കുന്ന സ്ഥാനം എന്താണ് എന്ന് ഉറപ്പിച്ച് പറയുവാൻ കഴിയുമോ? लेकिन परमेश्वर ने मुझे क्या स्थान दिया है, क्या आप इसे कह सकते हैं दृढ़ता पूर्वक?
വലിയവനായ ദൈവം സിനായ് മലയിൽ അഗ്നിയിൽ വന്ന് ഇറങ്ങി. നമുക്കറിയാം, അത് തന്റെ ജനത്തെ സന്ദർശിക്കുവാൻ സിനായ് മലയിൽ ദൈവം അഗ്നിയിൽ വന്ന് ഇറങ്ങി. हम देखते हैं परमेश्वर सिनाई पर्वत पर लोगों को दर्शन देने के लिए अग्नि की ओर उतर आया। എന്നാൽ ദൈവജനത്തോട് ദൈവം തന്ന കൽപ്പന എന്താണ്? लेकिन परमेश्वर ने क्या आज्ञा उन्हें प्रदान की थी? ആ ജനം എല്ലാവരും മലയെ ചുറ്റിലും ഒരു അതിര് തിരിച്ച് അവർ അതിന്റെ അങ്ങേപ്പുറം നിൽക്കണം. कि वह एक बाउंड्री बनाए और उसके आगे उसके इस पार खड़े रहे। ആരും മലയെ തുടരുത്. कोई भी उस पर्वत को ना छूने पाए, അത് തൊടുന്നവൻ അവൻ മരിക്കണം. और जो उसे छू लेगा वो मारा जाएगा। അവിടെ നിന്ന് നിങ്ങൾ എന്നെ കണ്ടാൽ മതി. तुम दूर से मुझे देखें। അവരെങ്ങനെയാണ് ദൈവത്തെ കണ്ടത്? उन्होंने कैसे परमेश्वर को देखा? പർവ്വതത്തിന്റെ മുകളിൽ അങ്ങനെ അഗ്നി പടർന്നു കത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് അവർ ദൈവത്തെ ദർശിക്കുന്നത്. उन्होंने परमेश्वर का दर्शन किया अग्नि के रूप में। അവരുടെ കാഴ്ച അങ്ങനെ ആയിരുന്നു. वह वैसे उन्हें देख पाए। എന്നാൽ ആരും അവിടെ കടന്നു പോയില്ലേ? പർവ്വതത്തിലേക്ക് കയറി പോയില്ലേ? लेकिन कोई उस पर्वत की ओर ना चढ़ पाया। എത്ര പേർ കയറിപ്പോയി? कितने लोग चढ़े? പറയുവാൻ കഴിയുമോ? क्या आप कह सकते हैं എത്ര പേർ അവിടെ കയറിപ്പോയി? कितने लोग उस पर चढ़े? അവിടെ 1075 പേർ അവിടെ കയറിപ്പോയി ഇല്ലേ? ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും മോശയും യോശുവയും അഹരോനും നാദാബും അബിഹുവും അവർ എല്ലാവരും ആ അതിര് കടന്നാണ് അവർ പോകുന്നത്. और वहां पर हम कहीं लोगों को देखते हैं मूसा के समक्ष जो उस पर्वत को पार कर कर आगे निकले। അവർ ദൂരത്ത് നിന്ന് ദൈവത്തെ നമസ്കരിച്ചു. ഒരു സ്ഥലം അവർ എത്തിയപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങളൊക്കെ ഇവിടെ നിൽക്കുക, ഇവിടെ നിന്ന് നിങ്ങൾ നമസ്കരിക്കുക. वो दूर तक चलकर परमेश्वर का दर्शन लेने गए और वहां परमेश्वर ने उन्हें कहा, यहाँ रुक और यहाँ से ही मेरी दर्शन ले। അവർ ദൈവത്തെ കണ്ടു. उन्होंने परमेश्वर को ദൈവത്തെ देखा। കണ്ടു, അവർ ഭക്ഷിച്ചു, അവർ ദൈവത്തെ ആരാധിച്ചു. उन्होंने परमेश्वर को देखा और उसकी आराधना की। അവരുടെ കാഴ്ചയ്ക്ക് ദൈവം എങ്ങനെയായിരുന്നു? उनकी दृष्टि में परमेश्वर कैसा था? എങ്ങനെയായിരുന്നു? ആ ദൈവത്തിന്റെ പാദത്തിന് കീഴിൽ നീലക്കല്ല് പടുത്ത തളം പോലെയും वह परमेश्वर के सन्मुख अति अद्भुत था और ആകാശത്തിന്റെ സ്വച്ഛത പോലെയും ഇരുന്നു. आकाश के स्वच्छता के समान वह था। താഴെ ഒരു കൂട്ടർ, ഒരു വലിയ ജനം കാണുകയാണ്, പർവ്വതത്തിന്റെ മുകളിൽ കത്തിയെരിയുന്ന തീ. അതാണ് ദൈവം. അവർ അവിടെ ഭയന്ന് നടുങ്ങുകയാണ്. लेकिन नीचे जो पर्वत के लोग थे वह परमेश्वर को अग्नि के रूप में देख रहे थे। ചിലർ ഇവിടെ ദൂരത്ത് നിന്ന് നമസ്കരിക്കുകയാണ്. कुछ लोग दूर से उसकी नमस्कार कर रहे हैं। മോശയും യോശുവയും അതും കടന്ന് അവർ അവിടെ ദൈവത്തിന്റെ അടുത്ത് और പോകും. मूसा और यहोशू उसको जोशुआ उन्हें भी उसके भी आगे पार होकर परमेश्वर का दर्शन തുടർന്ന് लेते हैं। കാണുന്നത് അവിടെ മേഘം ആ പർവ്വതത്തെ മൂടി. और वहां हम देखते हैं आकाश उस पर्वत को ढांप लिया। 6 ദിവസം അങ്ങനെ മേഘം പർവ്വതത്തെ മൂടിയിരുന്നു. 6 दिन आकाश ने उस पर्वत को ढांपे रखा। 7ാമത്തെ ദിവസം और 7वें दिन വലിയവനായ ദൈവം ആ മേഘത്തിന്റെ നടുവിൽ നിന്ന് മോശയെ വിളിച്ചു, നീ കയറി വാ. और 7वें दिन परमेश्वर ने उस आकाश के मध्य से मूसा को अपनी ओर आने को कहा। യോശുവ അവിടെ നിൽക്കുകയാണ്. മോശെ മാത്രം ആ മേഘത്തിന്റെ നടുവിൽ കൂടെ കയറി വലിയവനായ ദൈവത്തിന്റെ സന്നിധിയിൽ 40 രാവും 40 പകലും അവിടെ ചെലവഴിക്കുകയാണ്. योशुआ वहां ठहर गया, लेकिन मूसा उस आकाश के मध्य से गुजरकर 40 रात और दिन परमेश्वर के साथ उसने संगति बिताई। നമുക്ക് ആ ഡിവിഷൻ വളരെ 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 ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. हम बड़ी सरल रूप से इस विभागों को समझ सकते हैं। എങ്ങനെ മോശയ്ക്ക് മാത്രം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു പോകുവാൻ കഴിഞ്ഞു? क्यों केवल मूसा परमेश्वर के सन्मुख जा पाया? നമ്മുടെ ദൈവത്തിന് മുഖപക്ഷമൊന്നും ഇല്ല. क्या हमारा परमेश्वर भेदभाव करता है? പാർഷ്യാലിറ്റി എന്ന് പറയുന്നത് ദൈവത്തിന് ഇല്ല. वह भेदभाव कभी नहीं करता। തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമാണ്. परमेश्वर का वचन ये सत्य हमें भली भांति सिखाता है। മോശയ്ക്ക് ആ വലിയ സ്ഥാനം ലഭിച്ചു എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിൽ അവൻ എടുത്ത ചില പ്രധാന തീരുമാനങ്ങളാണ്. परमेश्वर का दर्शन लेने का वो महान स्थान उसे प्रदान हुआ क्योंकि उसने कुछ परमेश्वर के लिए किया। അവന്റെ മുൻപിൽ ചില തിരഞ്ഞെടുപ്പുകൾ വന്നപ്പോൾ അവൻ തിരഞ്ഞെടുത്തത് അനുസരിച്ചാണ് ദൈവം അവനെ അനുഗ്രഹിച്ചത്. जब उसे चुनने की अवस्था हुई उसने चुना और उस चुनने के कारण परमेश्वर का दर्शन उसे प्राप्त हुआ। എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 11ാം അധ്യായത്തിൽ അത് പറയുകയാണ്. इब्रानियों की पत्री उसका 11 पद में ये लिखा गया है, പാപത്തിന്റെ തൽക്കാല ഭോഗങ്ങൾ നിനക്ക് വേണോ? क्या पाप का भोग तुझे चाहिए? അല്ലെങ്കിൽ ദൈവജനത്തോടു കൂടെ
കഷ്ടം അനുഭവിക്കുന്നു. या परमेश्वर के लोगों के साथ कष्ट भोगना है। രണ്ട് ചോയ്സ് ആണ് നിന്റെ മുൻപിൽ. दो चॉइस है तुम्हारे നിനക്ക് सामने, വേണമെങ്കിൽ ഇത് തിരഞ്ഞെടുക്കാം, या तुम चाहो तो इसे ले सकते हो അല്ലെങ്കിൽ ഇത് തിരഞ്ഞെടുക്കാം. या फिर दूसरे को ले लो। മോശെ തിരഞ്ഞെടുത്തു ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നതാണ്. और मूसा ने चुना कि परमेश्वर के लोगों के साथ वह कष्ट झेले। വീണ്ടും അവിടെ ചോയ്സ് നമുക്ക് കാണുവാൻ കഴിയും. वहां देखते हैं फिर से हमें चॉइस दिया गया। ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് നീ വിളിക്കപ്പെടും. उसने कहा कि फरो की पुत्री का बेटा तू कहलाएगा, മിസ്രയീമിന്റെ നിക്ഷേപങ്ങളെല്ലാം നിനക്കുള്ളതാണ്. और मिस्र की सभी संपत्ति तेरी है, നിനക്ക് അത് തിരഞ്ഞെടുക്കാം, तू उसे चुन सकता है, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ നിന്ന നിനക്ക് തിരഞ്ഞെടുക്കാം. या फिर क्रिस्त की द्वेष चुन सकता है। വളരെ സർപ്രൈസ് ആണ് മോശയുടെ ചോയ്സ്. और ये मूसा का चुनना है। നമ്മൾ ആ സാഹചര്യത്തിൽ ഇരുന്നിരുന്നുവെങ്കിൽ നമ്മുടെ ചോയ്സ് എന്തുവായിരിക്കും? നാം അത് ആലോചിക്കേണ്ട കാര്യമാണ്. यदि हम उस समय होते तो हम किसे चुनते? മോശെ തിരഞ്ഞെടുത്തു, എനിക്ക് ക്രിസ്തുവിന്റെ നിന്ന മതി, അതാണ് വലിയ ധനം. मूसा ने चुना कि मुझे क्रिस्त का कष्ट काफी है, वही है मेरा चुनाव। ഈ ലോകത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ ചെറിയ ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി ആത്മീയ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു കൂട്ടരാണ് നമ്മൾ. അതിൽ യാതൊരു സംശയവും നമുക്കില്ല. हम ऐसे समय पर हैं, ऐसा लोग हैं जो इस संसार की चीजों को पाने के लिए आत्मिक चीजों को छोड़ देते हैं। വലിയ വലിയ തിരഞ്ഞെടുപ്പ് അവന്റെ മുൻപിൽ ഇരുന്നപ്പോഴും മോശയുടെ തിരഞ്ഞെടുപ്പ് എന്തുവായിരുന്നോ അത് അനുസരിച്ചാണ് ദൈവം അവന് നൽകിയ സ്ഥാനം. बड़ी बड़ी चीजें जब उसके सामने थी, तब मूसा ने जो चुना, उस चुनाव को देखकर परमेश्वर ने उसे चुना। ഞാൻ സബ്ജക്റ്റ് വിട്ടുപോയി എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ऐसा ना सोचे कि इस सब्जेक्ट को छोड़कर हम യോഹന്നാന്റെ ഒന്നാം ലേഖനത്തിൽ നിന്നാണല്ലോ നമ്മൾ വായിച്ചത്. यूहन्ना की पहली पत्री में भी हमने यही पढ़ा। ആ എഴുത്തുകാരൻ യോഹന്നാനാണ്. और ये लिखने वाला है। പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ नए नियम की ओर जब हम आते हैं, ആയിരം പേർ കർത്താവിനെ അനുഗമിച്ചു. പരസ്യമായിട്ടും രഹസ്യമായിട്ടും കർത്താവിനെ അനുഗമിച്ച അനേകരുണ്ടായിരുന്നു. हजारों लोग परमेश्वर को सामने और पीछे, दोनों तरफ से परमेश्वर के पीछे चलते थे। എന്നാൽ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നാം കാണുന്നു കർത്താവ് 70 പേരെ തിരഞ്ഞെടുത്തു. അവരെ ഈ രണ്ടായി താൻ ചെല്ലുവാൻ പോകുന്ന ആ പട്ടണങ്ങൾക്ക് തനിക്ക് മുൻപ് കർത്താവ് അയച്ചു. लेकिन लूका रचित सुसमाचार में हम देखते हैं परमेश्वर ने 70 लोगों को चुना, उन्हें भागों में विभाजित किया और उसके जाने से पहले उन लोगों को जाने के लिए कहा। അവരാരൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. और वे लोग कौन थे हम नहीं जानते। എന്നാൽ തിരുവെഴുത്തുകൾ പറയുന്നത് ആ വലിയ കൂട്ടത്തിൽ നിന്നും കർത്താവ് 70 പേരിനെ തിരഞ്ഞെടുത്തു. लेकिन परमेश्वर का वचन कहता है उस बड़े समूह से ईश्वर ने 70 लोगों को चुना। ചുമ്മാതെ നീവാ എന്നല്ല, ഹൃദയം കാണുന്ന കർത്താവാണ് അവരെ തിരഞ്ഞെടുത്തത് എന്ന് നാം ഓർക്കണം. हम जाने इस बात को, वह परमेश्वर जो हृदय को देखता है, उस परमेश्वर ने इन लोगों को चुना। മാത്രമല്ല 12 ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തു. और इतना ही नहीं, 12 शिष्यों को भी परमेश्वर ने ആ 12 ശിഷ്യന്മാരിലും 3 പേർ കർത്താവിന്റെ ഇന്നർ സർക്കിളാണ്. എല്ലാ പ്രത്യേക സാഹചര്യത്തിലും ഈ 3 പേരെ കർത്താവിനോട് കൂടെ നമുക്ക് കാണുവാൻ. और इन 12 शिष्यों में से 3 शिष्य परमेश्वर के हर सामग्री में परमेश्वर के साथ थे। പത്രോസും യോഹന്നാനും യാക്കോബും. पतरस, यूहन्ना और याकूब। ഇന്നർ സർക്കിൾ എന്നാണ് അവരെ പറയുന്നത്. उन्हें कहते हैं परमेश्वर का सर्कल। അനേകം പ്രത്യേക സാഹചര്യങ്ങളിലെല്ലാം കർത്താവ് ഈ 3 പേരെ വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. परमेश्वर के हर संदर्भ में परमेश्वर इन 3 शिष्यों को लेकर गया। ആ 3 പേരിൽ ഒരാളെ നമുക്ക് ചൂണ്ടിക്കാട്ടണമെങ്കിൽ ആ ഒരാള് അപ്പോസ്തലനായ യോഹന്നാനാണ്. और इन तीनों में से यदि एक को हमें उठाकर दिखाना है तो वो है अपोस्तल यूहन्ना। തിരുവചനം പറയുന്നത് കർത്താവ് സ്നേഹിച്ച ശിഷ്യൻ. परमेश्वर का वचन कहता है ये वह शिष्य है जिससे ईश्वर प्रार्थना करता था। മാത്രമല്ല കർത്താവിന്റെ മാർവിടത്ത് ചാരുവാനുള്ള അവകാശം ലഭിച്ച ശിഷ്യൻ. वो प्रिय था और परमेश्वर के छाती से लगाने लायक योग्य था। തന്റെ അവസാന കാലത്ത് പത്മോസ് ദ്വീപിലായിരുന്ന യോഹന്നാനെ നമുക്കറിയാം. हम इस यूहन्ना को देखते हैं जो अपने अंतिम समय पे पत्मोस द्वीप में था। യോഹന്നാൻ തന്നെ പറയുകയാണ്, ദൈവവചനം നിമിത്തം, യേശുവിന്റെ സാക്ഷ്യം നിമിത്തം പത്മോസ് ദ്വീപിലായിരുന്ന ഞാൻ. और यूहन्ना स्वयं कहता है उस परमेश्वर का गवाही देते हुए वो वहां पर था। അവന് മഹത്വധാരിയായ ദൈവം വെളിപ്പെടുകയാണ്. और परमेश्वर उसे अपना दर्शन देता है। തന്നെ താൻ വലിയവനായ ദൈവം വെളിപ്പെടുത്തി കാണിക്കുകയാണ്. वो महान परमेश्वर स्वयं अपना दर्शन उसे दे रहा है। നമുക്ക് ആ പാസേജുകളെല്ലാം വളരെ നല്ല പരിചിതമായ പാസേജുകളാണ്. हम इन वचनों को भली भांति जानते हैं। ഈ ലോകത്തിൽ ജഡത്തിൽ കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ കർത്താവിന്റെ മാർവിടത്ത് ചാരി ഇരുന്ന യോഹന്നാൻ
മഹത്വധാരിയായ കർത്താവിനെ കണ്ടപ്പോൾ എന്ത് ചെയ്യുന്നു? അവൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. और यहाँ यूहन्ना कहता है कि जब उसने उस महान परमेश्वर का दर्शन लिया जो उसके साथ था, उसका जब दर्शन जैसे ही उसने देखा, वो मरे हुए समान गिर पड़ा കർത്താവ് തന്റെ വലം കൈ അവൻ മേൽ വെച്ചു. और परमेश्वर ने अपना दाहिना हाथ उस पर रखा കർത്താവ് അവനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, और कहा कि तू डरना, ഞാൻ ആദ്യനും അന്ത്യനും ജീവിച്ചിരിക്കുന്നവനുമാണ്. मैं आदि और अंत हूँ और जो जीवित हूँ. ഞാൻ മരിച്ചവനായിരുന്നു, मैं मरे हुए में था, ഇതാ സദാകാലം ഞാൻ ജീവിച്ചിരിക്കുന്നു. लेकिन अब मैं अनंत काल के लिए जीवित हूँ. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശം. मृत्यु और पाताल की चाबी मेरे हाथ पर है. ആ യോഹന്നാനിൽ കൂടെ സഭകൾക്ക് കർത്താവ് നൽകുന്ന ദൂത് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാം. और इन वचनों में हम देखते हैं उस यूहन्ना को दर्शन समान परमेश्वर ने कई बातें अनेक कलीसियाओं के लिए लिखी गई. ആ യോഹന്നാനിൽ കൂടെ വരുവാൻ പോകുന്ന ആ സംഭവങ്ങളെ വലിയവനായ ദൈവം വെളിപ്പെടുത്തി തന്നതാണ് യോഹന്നാന് ഉണ്ടായ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. और जो दर्शन यूहन्ना को परमेश्वर ने दिया, उस दर्शन के जरिए यूहन्ना अनेक कलीसियाओं के लिए इन वचनों को बांट सका. ഇപ്പോൾ യോഹന്നാന് ദൈവം തന്ന സ്ഥാനം എന്തുവാണെന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കും. और अब हम समझते हैं यूहन्ना को उस परमेश्वर ने क्या स्थान दिया. ആ യോഹന്നാന്റെ ലേഖനമാണ് ഈ 1 യോഹന്നാൻ 5 അധ്യായങ്ങൾ. उस यूहन्ना की पत्री हम यहाँ पढ़ते हैं, पहला यूहन्ना और उसका 5 अध्याय. ഇതിലെ ഓപ്പണിംഗ് ഗ്രീറ്റിംഗ്സ് ഇല്ല, ക്ലോസിംഗ് ഗ്രീറ്റിംഗ്സ് ഇല്ല. उसने किसी प्रकार से इस अध्याय को चालू नहीं किया, ना इसे बंद किया कुछ विशेष कहकर. ആർക്കാണ് ഇത് എഴുതിയിട്ടുള്ളത് എന്ന് പോലും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. उसने यह तक ना लिखा कि किसके लिए ये वचन लिखा गया है. എന്നാൽ ഒരു കാര്യം നമുക്ക് അതിൽ മനസ്സിലാക്കുവാൻ കഴിയും, യോഹന്നാന് വളരെ അടുത്ത ബന്ധമുള്ള ആൾക്കാർക്കാണ്, ആ സഭകൾക്കാണ് യോഹന്നാൻ ഇത് എഴുതുന്നത്. लेकिन ये बात हम समझ पाते हैं कि यूहन्ना ने ये पत्री उनके लिए लिखा जो उसके करीब थे, उसके करीब की कलीसियाओं के लिए. എങ്ങനെ നാം അത് മനസ്സിലാക്കുന്നു? ये कैसे हमें समझ आता है? അവിടെ യോഹന്നാൻ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന ചില പദപ്രയോഗങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. क्योंकि यूहन्ना अनेक बार एक बात को यहाँ बार बार कहा गया है എന്റെ കുഞ്ഞുങ്ങളെ, कि मेरे पुत्रों, പ്രിയമുള്ളവരെ, मेरे प्रियों, സഹോദരന്മാരെ, मेरे भाइयों. വീണ്ടും 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 ഈ വാക്കുകൾ അവിടെ യോഹന്നാൻ बार बार इन वचनों को वो कहता है. അത്ര ആ സ്നേഹത്തോടെ അവർക്ക് ഈ ലേഖനം എഴുതിയെങ്കിലും ചില കാര്യങ്ങൾ ആത്മീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ വളരെ കർശനമായിട്ട് തന്നെയാണ് ഒരു പിതാവ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ യോഹന്നാൻ അവരെ പഠിപ്പിക്കുന്നു. भले ही उसने बड़े प्रेम से इन लोगों को वर्णन किया, लेकिन आत्मिक रूप से उसने स्थिर रहकर कई बातों को उन्हें सिखाया. തിരുവെഴുത്തിൽ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട്, क्योंकि ये परमेश्वर के वचन में लिखा गया है, ആ സഭകൾക്ക് മാത്രമല്ല, ഈ 2000 വർഷമായി ഈ ലേഖനം വായിക്കുന്ന എല്ലാ ദൈവജനത്തിനും എല്ലാ ദൈവസഭയ്ക്കുമാണ് യോഹന്നാൻ ഇത് എഴുതിയിരിക്കുന്നത്. ये वचन केवल उन कलीसियाओं के लिए नहीं, लेकिन 2000 सालों से भी पूर्व अनेक लोगों के लिए जो इस वचन को पढ़ते हैं और जो कलीसिया है उनके लिए भी ये वचन लिखा गया है. എഴുതിയതിന്റെ പർപ്പസ് എന്താണ്? लिखने का कारण क्या है? 4 കാര്യങ്ങൾ അതിൽ ഞാൻ നിങ്ങളോട് പറയുവാൻ കഴിയുന്നു. उसमें 4 चीजें हम यहाँ देख सकते हैं. 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ യോഹന്നാൻ പറയുകയാണ്, पहला अध्याय उसका 4था पद में वह कहता है, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. कि हमारा आनंद पूरा हो इसलिए हम ये लिखते हैं. മലയാളത്തിൽ അത് നമ്മുടെ സന്തോഷം എന്നാണ്. ആക്ച്വലി ഇംഗ്ലീഷിൽ വി റൈറ്റ് ദിസ് അൺടു യു സോ ദാറ്റ് യുവർ ജോയ് മേ ബി ഫുൾ എന്നാണ്. वो इसलिए लिखते हैं कि हम इसे लिखते हैं ताकि हमारा आनंद पूरा हो जाए. സന്തോഷം അത് ആഗ്രഹിക്കുന്നവരാണ് നാം. आनंद हम सब चाहते हैं. മനുഷ്യന്റെ ആ ജീവിതത്തിന്റെ ആ ഏകാന്തതയ്ക്ക് കർത്താവ് തരുന്ന മരുന്നാണ് കൂട്ടായ്മ. मनुष्य जब अकेला हो जाता है तो परमेश्वर उसे देता है संगति. മനുഷ്യന്റെ ജീവിതത്തിന്റെ ആ ശൂന്യതയ്ക്ക് ദൈവം നൽകുന്ന മരുന്നാണ് സന്തോഷം. मनुष्य का जीवन जब शून्य हो जाता है तो परमेश्वर उसे आनंद देता है. കമ്മ്യൂണിസ്റ്റ് നേതാവായ കാൾ മാർക്സ് ഇങ്ങനെ പറഞ്ഞു, മനുഷ്യന് സന്തോഷം അനുഭവിക്കണമെങ്കിൽ ആദ്യം മതത്തിനെ അബോളിഷ് ചെയ്യണമെന്നാണ്. कम्युनिस्ट नेता कार्ल मार्क्स उसने ऐसा कहा, यदि संपूर्ण आनंद प्राप्त करना है तो धर्मों को हटाना होगा. എന്നാൽ യോഹന്നാൻ നേരെ തിരിച്ചാണ് പറയുന്നത്, സന്തോഷം വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടായ്മ വേണം. लेकिन यूहन्ना इसका विपरीत कहता है. वह कहता है यदि तुम्हें आनंद चाहिए तो तुम्हें संगति जरूरी है. ആ കൂട്ടായ്മ ആരോട് വേണമെന്നും
യോഹന്നാൻ വളരെ തെളിവായി അവിടെ പറയുകയാണ്. और यूहन्ना बड़े ही व्यक्त रूप से कहता है ये संगति किसके साथ होनी चाहिए. ഒന്നാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, യോഹന്നാൻ പറയുകയാണ്, ഞങ്ങളുടെ കൂട്ടായ്മയോ നിങ്ങളോട് മാത്രമല്ല, പിതാവോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവോടുമായിരിക്കുന്നു. वहाँ पे यूहन्ना कहता है ये संगति केवल हमारे साथ नहीं लेकिन पिता और उसका पुत्र यीशु मसीह के साथ भी हो. അത്യുന്നതനായ ദൈവത്തോടുള്ള ഈ വലിയ ബന്ധം ഒരു ദൈവ പൈതലിന്റെ പ്രത്യേക അവകാശം മാത്രമല്ല, അത് സന്തോഷത്തിന്റെ ഒരു നിരന്തരമായ ഉറവിടമാണ്. उस परमेश्वर के साथ संगति हर एक विश्वासी का अवकाश ही नहीं लेकिन उसका धन है ये. സങ്കീർത്തനക്കാരൻ പറയുന്നത് അങ്ങയുടെ സന്നിധാനത്തിൽ സന്തോഷ പരിപൂർണത ഉണ്ടെന്നാണ്. भजन संगीतकार कहता है कि उसकी संगति में आनंद की प्राप्ति है. നിരന്തരമായ സന്തോഷം ദൈവസന്നിധിയിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. पूर्ण आनंद केवल परमेश्वर की संगति के साथ ही संभव है. ഈ ലോകം തരുന്ന സന്തോഷമെല്ലാം അല്പസമയത്തേക്കാണ്. ये संसार केवल कुछ समय के लिए आनंद देता है. ഈ സന്തോഷം നിത്യകാലം നമ്മോട് കൂടെ വരുന്നതാണ്. और ये आनंद परमेश्वर के साथ हो तो हमेशा के लिए हमारे साथ बनी रहेगी. ഇവിടെ കാലത്ത് കൂടിയിരുന്നപ്പോൾ ഒരുപാട് E.A. ജേക്കബ് സാറിന്റെ പാട്ടുകൾ നാം പാടുകയുണ്ടായി. जहाँ यहाँ सुबह हम बैठे थे हमने जैकब सर के कहीं गानों को गाया. അദ്ദേഹത്തിന്റെ ഒരു മനോഹരമായ ഗാനത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, എത്രയോ സന്തോഷം തൻ തൃപാദം തത്ര അത്രയും തീരുന്ന മത്സന്താപം ഉള്ളിൽ എത്രയും കൗതുകം നൽകിയിടുന്ന തൻ തിരുവചനം ഓർത്താൽ അതിചിത്രം. എത്രയോ സന്തോഷം തൻ തൃപാദം. कितना ही आनंद है उसके सन्निधि में. അങ്ങയുടെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയുണ്ട്. उसके सन्निधि में आनंद की परिपूर्णता है. യോഹന്നാൻ പറയുകയാണ്, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതി. और यूहन्ना यहाँ पे इसीलिए कहता है ताकि मैं लिखता हूँ कि तुम्हारा आनंद पूरा हो. അടുത്തതായി യോഹന്നാൻ പറയുകയാണ് 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ, എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. दूसरा अध्याय उसके पहले पद में लिखता है कि मैं ये लिखता हूँ कि तुम पाप ना करो. ഈ ആദിമ അധ്യായങ്ങളിൽ വീണ്ടും നമ്മുടെ ശ്രദ്ധയിൽ പെടുത്തുന്ന ഒരു വാക്കാണ് പാപം. और परमेश्वर के वचन में अनेक बार इस वचन को लिखा गया है जो है पाप. നിങ്ങൾക്ക് ഞാൻ ഈ ലേഖനം എഴുതുന്നത് നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ വേണ്ടിയാണ്. वो कहता है मैं ये लेखन इसलिए लिखता हूँ ताकि तुम पाप ना करो. എന്തുകൊണ്ട്? किस लिए? പാപം ചെയ്യുമ്പോൾ ഈ കൂട്ടായ്മ ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. क्योंकि यदि तुम पाप करोगे ये परमेश्वर के साथ जो संगति है वो नष्ट हो जाएगी. നീ പാപത്തിൽ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും മനസ്സിലാക്കേണ്ട കാര്യമാണ് ദൈവവുമായിട്ടുള്ള ആ കൂട്ടായ്മ ബന്ധം, ആ ബന്ധം നിനക്ക് നഷ്ടപ്പെട്ടു പോയി. यदि तुम पाप में रहते हो ये सुनिश्चित है कि तुम्हारी संगति परमेश्वर के साथ दूर हो गई है. ആ കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെടുമ്പോൾ നിന്റെ സന്തോഷവും നഷ്ടപ്പെടും. यदि वह संगति परमेश्वर के साथ खत्म हो गई तो तुम्हारा आनंद भी समाप्त हो जाएगा. ദാവീദ് പാപം ചെയ്തു. दाविद ने पाप किया. ആ പ്രവാചകൻ വന്ന് അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ദാവീദ് തന്റെ പാപം മനസ്സിലാക്കി ദൈവത്തോട് ക്ഷമ യാചിക്കുന്ന ഒരു സങ്കീർത്തനമുണ്ട്. वहाँ हम पढ़ते हैं जब प्रवाचक ने आकर दाविद से बात किया उसने मन फिराया. അതിൽ ദാവീദ് ഒരു വാക്യം പ്രത്യേകിച്ച് ഇങ്ങനെ പറയുകയാണ്, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. और वहाँ पर दाऊद वहाँ एक वचन कहता है कि उस रक्षा का पूर्ण आनंद मुझे वापस प्राप्त हो. രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ എന്ന് പറയുമ്പോൾ അത് അവന്റെ കയ്യിൽ ഇല്ല തൽക്കാലം. उद्धार का आनंद मुझे वापस प्राप्त हो, इसका कहने का अर्थ है कि वो आनंद उसके पास अभी नहीं है. അത് നഷ്ടപ്പെട്ടു പോയി. वो नष्ट हो चुकी है. എങ്ങനെ? कैसे? പാപം ചെയ്തപ്പോൾ. क्योंकि उसने पाप किया. യോഹന്നാൻ പറയുകയാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ വേണ്ടി ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. और यूहन्ना यहाँ कहता है कि तुम पाप ना करो इसलिए मैं इस वचन को लिखता हूँ. 119-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വാക്ക് എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. 119 भजन संहिता में भजन संहितकार कहता है मैं पाप ना करूं इसलिए तेरा वचन मेरे हृदय में है.
അതിനാണ് ദൈവവചനത്തിന്റെ ആ ഇമ്പോർട്ടൻസ് നാം അവിടാണ് മനസ്സിലാക്കുന്നത്. और वहाँ हम परमेश्वर का महत्व, उसके ഇത് वचन നമ്മുടെ का महत्व समझते हैं। നമ്മുടെ ആത്മീയ ആഹാരമാണ്, ये हमारा आत्मिक भोज है, ആത്മീയ കണ്ണാടിയാണ്. ये हमारा आत्मिक शीशा है। എന്റെ ആത്മീയ മനുഷ്യനിൽ എന്തൊക്കെ മാലിന്യങ്ങൾ ഉണ്ട് എന്ന് എനിക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് ദൈവത്തിന്റെ വചനം. मेरे आत्मिक जीवन में क्या कुछ कमी है, ये परमेश्वर का वचन मुझे दिखाता है। അതങ്ങനെ എനിക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ അതിനെ കഴുകി കളയേണ്ടിയ അത്യാവശ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ട്. और जब ये वचन मुझे दर्शाता है मेरी कमियां, तो उसे साफ करना मेरा आवश्यकता है। ദുഃഖകരമെന്ന് പറയട്ടെ, ദൈവജനം എന്ന് വിളിക്കപ്പെടുന്ന അനേകർ ഇത് മനസ്സിലാക്കുന്നില്ല. लूका कहता है कि कहीं लोग जो बुलाए गए हैं वो इस बात को नहीं समझते। ഓരോ ദിവസവും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം അറിയാതെയും അറിഞ്ഞും ചെയ്യുന്ന അനേക പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. हर एक दिन हम जब जीवन बिताते हैं, जान के या अजान कर हम कहीं पाप करते हैं। 1 അധ്യായം 8 വാക്യത്തിൽ വളരെ വളരെ സ്പഷ്ടമായി യോഹന്നാൻ പറയുകയാണ്, ഞാൻ എന്നിൽ പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ, എങ്ങനെ അത് ആ വാക്യം, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. और 8वां अध्याय में लिखा गया है, यदि तुम कहते हो कि मुझ में पाप नहीं है तो स्वयं को धोखा देते हो। സത്യം നമ്മിൽ ഇല്ല. सत्य तुम में नहीं है। മാത്രമല്ല അവൻ ദൈവത്തെയും അസത്യവാദിയാക്കുകയാണ്. इतना ही नहीं, वो परमेश्वर को भी असत्य कहलाता है। ഈ ജഡശരീരത്തിൽ നാം ജീവിക്കുന്നിടത്തോളം നാം അറിയാതെ അറിഞ്ഞ് അനേക പാപങ്ങൾ ഈ ലോകത്തിൽ നാം ചെയ്യുകയാണ്. इस संसार में जब हम रहते हैं, जानकर या अजानकर कहीं पाप हम करते हैं। അതിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ദൈവവചനമാണ്. और वह हमें बताता है परमेश्वर का वचन। അങ്ങനെ നാം ചെയ്യുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? 1 അധ്യായത്തിൽ നാം പറയുകയാണ്, പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ. और ऐसे समय पर क्या करें? पहला वचन हमें कहता है कि हम अंगीकार करें उसे। ദൈവമക്കളോടാണ് അത് പറയുന്നത്. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുകയാണെങ്കിൽ നമ്മുടെ പാപങ്ങളെ നമ്മോട് ക്ഷമിച്ച് നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു എന്നുള്ളത്. परमेश्वर का वचन ये कहता है, यदि हम हमारे पापों को अंगीकार करते हैं, उन्हें मानते हैं, तो परमेश्वर सामर्थ्य है जो हमें विश्वास योग्यता के साथ उसे क्षमा करे। അവന്റെ രക്തം സകല പാപങ്ങളും നീക്കി നമ്മെ ശുദ്ധീകരിക്കും. उसका लहू सभी पापों को हटाकर हमें शुद्ध करता है। മാത്രമല്ല നാം കുലുങ്ങിപ്പോകേണ്ടിയ യാതൊരു ആവശ്യവും അവിടെ ഇല്ല. അവിടെ അടുത്ത 2 അധ്യായത്തിൽ തന്നെ പറയുകയാണ്, യോഹന്നാൻ പറയുകയാണ്, ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് കർത്താവായ നീതിമാനായ യേശു ക്രിസ്തു എന്ന അഡ്വക്കേറ്റ് നമുക്ക് വേണ്ടിയിരിക്കുകയാണ്. और यहाँ कहता है, तुम्हें डगमगाने की आवश्यकता नहीं, क्योंकि यीशु मसीह स्वयं पिता के पास बैठकर अपना मध्यस्थ है। എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി തന്നെ താൻ വിലയായി തന്ന എൻ്റെ അഡ്വക്കേറ്റ് ആണ് അവിടെ ഇരിക്കുന്നത്. और जिसने मेरे लिए अपने जान को दिया, वह स्वयं वहाँ बैठकर मेरा मध्यस्थता करता है। നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. इसलिए तुम पाप ना करो, मैं इसे लिखता हूँ। 2 അധ്യായം 26 വാക്യങ്ങളിൽ നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. और मैं ये तुम्हें इसलिए लिखता हूँ कि तुम गलत ना कर पाओ। അന്നേ ഈ കള്ള ഉപദേഷ്ടാക്കന്മാർ അനേകരുണ്ടായിരുന്നു. उस समय गलत उपदेश फैलाने वाले कहीं थे। അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, अपोस्तल की पत्री जब हम पढ़ते हैं वहाँ ये समझ पाते हैं। പൗലോസ് എവിടെല്ലാം ചെന്ന് സഭ സ്ഥാപിച്ചോ, പൗലോസിന് ശേഷം അവിടെ കള്ള ഉപദേഷ്ടാക്കന്മാർ വന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ. पौलुस जहाँ भी गया, कलीसिया की स्थापना की, वहाँ हम देखते हैं कि गलत उपदेश फैलाने वाले उधर गए ताकि उन्हें गलती पर ले जा सके। പുതിയതായി രക്ഷിക്കപ്പെട്ട ദൈവജനം, ദൈവവചനത്തിൽ വളരാത്ത ദൈവത്തിന്റെ ജനം, എന്നാൽ വളരണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ജനം അവർക്ക് ഒരു സോഫ്റ്റ് ടാർഗറ്റ് ആണ്. और ऐसे गलत उपदेश फैलाने वालों के लिए वह लोग उनके टारगेट है जो परमेश्वर के वचन में बढ़ना चाहते हैं। അങ്ങനെ നമ്മുടെ മധ്യേ ഈ ദുരുപദേശങ്ങൾ കേട്ട് നമ്മിൽ നിന്ന് മാറിപ്പോയ അനേകർ ഉണ്ട്. इसी प्रकार कहीं लोग हैं जो इन दुरुपदेशों को सुनकर कलीसिया छोड़ चले गए। ഞാൻ അങ്ങനെ സന്ദർശിച്ചിട്ടുള്ള പലരും പറയുന്ന ആദ്യ കാര്യം, ഞങ്ങളും ആദ്യം ബ്രദറിനിലായിരുന്നു എന്നുള്ളതാണ്. मैं कहीं लोगों को ये कहते हुए सुनता हूँ कि हम पहले ब्रदरन थे। കുഴപ്പം എന്താണ്?
कारण क्या हुआ ദൈവവചനം വായിക്കേണ്ട രീതിയിൽ വായിച്ച് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. कि उन्होंने परमेश्वर का वचन जिस रीति से पढ़ना था और समझना था वे नहीं समझ पाए. ആ ബെരയായിലെ ജനത്തെ പോലെ തിരുവചനം കേൾക്കുക മാത്രമല്ല, കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണോ എന്ന് തിരുവചനത്തെ പരിശോധിപ്പിക്കുന്ന ആൾക്കാരായി നാം ഇരിക്കണം. बरेया के जन के समान केवल सुनने वाले नहीं वरन उसे करने वाले लायक हम बने. അതാണ് സങ്കീർത്തനം 1 വാക്യത്തിൽ വായിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ സന്തോഷിക്കുന്നവൻ, അതിലെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. इसीलिए भजन संहिता उसके पहले में हम पढ़ते हैं, जो परमेश्वर के वचन को सुनता है और उसे दिन रात मनन करता है वह भाग्यवान है. അവൻ എങ്ങനെ ആയിരിക്കുമെന്ന് അവിടെ പറയുന്നു. അതിൽ ഞാൻ പോകുവാൻ ആഗ്രഹിക്കുന്നു. और उसके नीचे हम पढ़ते हैं ऐसा मनुष्य कैसा होगा. തുടർന്ന് 4 യോഹന്നാൻ പറയുകയാണ് 5 അധ്യായം 13 വാക്യത്തിൽ 5वां अध्याय और उसका 13 पद में ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയുവാൻ വേണ്ടി ഞാനിത് എഴുതിയിരിക്കുന്നു. जो परमेश्वर के पुत्र के नाम से विश्वास रखते हैं उन्हें पास अनंत जीवन है, इसलिए ये दर्शाने के लिए मैं लिखता हूँ. ദൈവമക്കൾ എന്നുള്ള നിലയിൽ നാം എല്ലാവരും നിത്യജീവൻ പ്രാപിച്ചവരാണ്. क्योंकि हम परमेश्वर के पुत्र हैं, हमें सबको अनंत जीवन प्राप्त है. പലർക്കും ആ സത്യം അറിയത്തില്ല कई लोग എന്നുള്ളതാണ് इस സത്യം. सत्य को नहीं जानते. എപ്പോഴാണ് ഈ നിത്യജീവൻ നമുക്ക് ലഭിക്കുന്നത്? कब हमें ये अनंत जीवन मिलता है? നാം ഈ സുവിശേഷം കേട്ട് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന ആ നിമിഷത്തിലാണ് നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നത്. इस सुसमाचार को जब हम सुनते हैं, यीशु मसीह को अपना उद्धारकर्ता ग्रहण करते हैं, तिरुवचन- उस समय अनंत जीवन मिलता है. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമാണ് അത്. परमेश्वर का वचन ये बड़ा सत्य हमें सिखाता है. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10 അധ്യായത്തിൽ കർത്താവ് തന്നെ ഇങ്ങനെ പറയുകയാണ്, यूहन्ना रचित सुसमाचार 10वें अध्याय में यीशु मसीह स्वयं ऐसा कहता है എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. कि मेरे भेड़ मेरी आवाज को सुनते हैं और मेरा पालन करते हैं ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കും. और मैं उन्हें अनंत जीवन देता हूँ, അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല. वह नाश न होंगे. ആർക്കും അവയെ എന്റെ കൈകളിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ കഴിയുകയില്ല. कोई भी उन्हें मेरे हाथ से छीन ना सकता है. എത്ര വലിയ അഷ്യൂറൻസ് ആണ് വലിയവനായ ദൈവം നമുക്ക് നൽകുന്നത്. कितनी बड़ी आशा परमेश्वर हमें देता है. വഴിയും സത്യവും ജീവനുമായ ആ കർത്താവ് എന്നിൽ വസിക്കുമ്പോൾ, അവനെ ഞാൻ എൻ്റെ നാഥനായി സ്വീകരിക്കുമ്പോൾ എനിക്ക് അവൻ തരുന്നതാണ് നിത്യജീവൻ. मार्ग, सत्य और जीवन जो परमेश्वर है, उसे जब मैं अंगीकार करता हूँ, वो मेरे अंदर वास करता है, तब वो मुझे देता है अनंत जीवन. അവനാണ് ജീവന്റെ ഉറവിടം. वो है अनंत जीवन का मार्ग. ദൈവമക്കളായ നാം അറിഞ്ഞുകൊള്ളണം, അത് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയില്ല. प्रियजनों, इस बात को जाने कि ये कभी भी हमसे दूर नहीं होगा. അങ്ങനെ പഠിപ്പിക്കുന്ന അനേകരുണ്ട്. कहीं लोग ऐसे इसके विपरीत सिखाते हैं. അങ്ങനെ ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോവുകയില്ല എന്നുള്ള സത്യമാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. परमेश्वर का वचन हमें ये सिखाता है कि ये अनंत जीवन कभी नष्ट नहीं होगा. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1 അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, സത്യവചനമായ സുവിശേഷം കേട്ട് നിങ്ങൾ വിശ്വസിച്ച ആ നിമിഷത്തിൽ തന്നെ വാഗ്ദത്തത്തിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. इफिसियों की पत्री उसका पहला पत्र कहता है कि जिस क्षण तुम परमेश्वर को अंगीकार करते हो, उसी समय पर परमेश्वर पवित्र आत्मा का मुद्रा देकर तुम्हें सुरक्षित करता है. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരാണ് നാം. आप विश्वास के जरिए धर्मी ठहराए ആ गए നീതീകരിക്കുന്ന ആ കാര്യം ചെയ്യുന്നത് വലിയവനായ ദൈവമാണ്. और वह धार्मिकता परमेश्वर की ओर से आती है. ഇന്ന് നിന്നെ നീതീകരിച്ചു, നാളെ ഇല്ല അത് തെറ്റായി പോയി ഗോബാക്ക് എന്ന് പറയുന്ന ആളല്ല നമ്മുടെ ദൈവം. परमेश्वर ऐसा नहीं कहेगा कि आज तुझे धार्मिक कहलाया गया लेकिन कल तू नहीं होगा. ഇന്ന് നിനക്ക് നിത്യജീവൻ നൽകി നാളെ ഇല്ല തെറ്റുപറ്റിപ്പോയി അത് ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് പറയുന്നവനല്ല ദൈവം. അവൻ വാക്ക് മാറാത്ത ദൈവമാണ്. परमेश्वर वो नहीं है जो कहेगा कि आज तुझे अनंत जीवन दे दिया लेकिन कल मैं तुझे नहीं दूंगा. അവന്റെ വാഗ്ദത്തങ്ങൾ എന്ന് പറയുന്നത് എന്നും മാറാത്ത വാഗ്ദത്തമാണ്. उसका वचन है जो ऐसा वचन है जो कभी नहीं बदलता. ആ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ ഇത് എഴുതിയിരിക്കുന്നു. और यहाँ यूहन्ना कहता है कि उस पुत्र पे जो विश्वास करता है उसे अनंत जीवन है, ये तुम जान लो, इसीलिए मैं ये लिखता हूँ. തുടർന്നുള്ള ചില കാര്യങ്ങളൊക്കെ സമയക്കുറവ് കാരണം ഞാൻ ഒഴിവാക്കുകയാണ്. कुछ और मुझे कहना है क्योंकि मेरे पास समय नहीं है, मैं उसे छोड़ रहा നമ്മൾ हूँ. വായിച്ച വേദഭാഗത്തിലേക്ക് നാം വരുമ്പോൾ 3 വാക്യം
അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. दूसरा अध्याय 3 पद कहता है कि यदि हम उसकी आज्ञाओं को मानते हैं तो हम इसे भी जान लेंगे कि हम उसे जान गए हैं. ഒരുത്തൻ ദൈവ പൈതലാണ് എന്ന് നാം എങ്ങനെയാണ് അറിയുന്നത്? हम कैसे जान पाएंगे कि एक व्यक्ति परमेश्वर का पुत्र है? അവൻ ഇന്ന സഭയ്ക്ക് പോകുന്നുണ്ട്, അതുകൊണ്ട് അവൻ ദൈവ പൈതലാണ്. क्योंकि वो इस പ്രത്യേക സഭയ്ക്ക് പോകുന്നത് കൊണ്ട് മാത്രം ഒരുത്തൻ ദൈവ പൈതലാകുന്നില്ല. क्योंकि वह फलाना कलीसिया में जाता है, केवल यही नहीं है जो दर्शाए कि वो पुत्र है. അവൻ ഇന്ന വെർഷനാണ്, കിങ് ജെയിംസ് വെർഷൻ മാത്രമേ അവൻ വായിക്കത്തുള്ളൂ. അങ്ങനെ വായിക്കുന്നത് കൊണ്ട് ഒരു ദൈവ പൈതലാകുവാൻ കഴിയുകയില്ല. वो कहता है कि मैं किंग जेम्स वर्शन बाइबल ही पढ़ता हूँ, ऐसा कहना मात्र वो परमेश्वर का पुत्र है ये नहीं दर्शाता. വസ്ത്രധാരണ കൊണ്ട് ഒരാൾ ദൈവ പൈതൽ ആകുന്നില്ല. जो वस्त्र वो पहनता है उसे दिखाकर वो नहीं कह सकता वो पुत्र है. ഇവിടെ യോഹന്നാൻ വളരെ തെളിവായി പറയുകയാണ്, നാം അവനെ അറിഞ്ഞിരിക്കുന്നുവെങ്കിൽ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു. यूहन्ना यहाँ पे व्यक्त रूप से कहता है यदि तुम उसे जानते हो तो उसकी आज्ञाओं का पालन करते हो. കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ ഞാൻ അവനെ അറിയേണ്ട രീതിയിൽ അറിഞ്ഞിട്ടില്ല. अगर यदि आप आज्ञाओं का पालन नहीं करते तो जिस प्रकार उसे जानना चाहिए हम नहीं ഇത് जानते. ഇത് ഓരോ ദൈവ പൈതൽക്കും ഒന്നാമത്തെ ടെസ്റ്റാണ്. पहली परीक्षा हर एक परमेश्वर के बच्चों के लिए है ये. ഞാൻ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നുവോ? क्या मैं परमेश्वर की आज्ञाओं को सुनता हूँ? ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ നീ എന്ത് കാര്യങ്ങൾ ചെയ്താലും ദൈവസന്നിധിയിൽ വില പോകില്ല, ദൈവം നിന്നെ അനുഗ്രഹിക്കത്തില്ല. परमेश्वर की आज्ञाओं को माने बिना तुम कुछ भी उसके लिए क्यों ना कर लो, परमेश्वर उससे प्रसन्न ना होगा. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു. जो मुझसे प्रेम करता है वो मेरी आज्ञाओं का पालन करता है. അങ്ങനെ കൽപ്പനകളെ പ്രമാണിക്കാത്തവൻ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. और जो आज्ञाओं का पालन नहीं करता वो मुझसे प्रेम नहीं करता. അങ്ങനെയുള്ളവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. परमेश्वर का वचन कहता है ऐसा व्यक्ति श्राप योग्य है. മാത്രമല്ല അടുത്ത വാക്യത്തിൽ യോഹന്നാൻ പറയുകയാണ്, എന്നാൽ ആരെങ്കിലും അവന്റെ വചനം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിൽ ഇല്ല. और उसके अगले पद में लिखा गया यदि कोई उसे कहता है कि मैं उसे जानता हूँ और उसकी आज्ञाओं को नहीं मानता वह झूठा है, उसमें सत्य नहीं है. അവന് തന്നെ അറിയാം ദൈവത്തിന്റെ കൽപ്പനകൾ അവൻ അനുസരിക്കുന്നില്ല എന്നുള്ളത്. क्योंकि वह व्यक्ति स्वयं जानता है कि वो उसकी आज्ञाओं को नहीं मान रहा. എന്നാൽ എല്ലാവരോടും ഉള്ള അവന്റെ ആ പിക്ചർ എന്ന് പറയുന്നത് ഞാൻ കർത്താവിനെ അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. लेकिन सब ये समझते हैं कि हम परमेश्वर को जानते हैं. യോഹന്നാൻ ഇവിടെ വളരെ തെളിവായി പറയുകയാണ്, അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവന്റെ കൽപ്പനകളെ നാം അനുസരിക്കാത്തവൻ അവൻ കള്ളനാകുന്നു, സത്യം അവനിൽ ഇല്ല. लेकिन यूहन्ना यहाँ व्यक्त रूप से कहता है कि यदि कोई कहता है कि मैं उसे जानता हूँ അവൻ उसकी आज्ञाओं को नहीं मानता वह झूठा है, सत्य नहीं है. അവൻ തന്നെത്താൻ വഞ്ചിക്കുന്നത് മാത്രമല്ല അവൻ മറ്റുള്ളവരെയും വഞ്ചിക്കുകയാണ്. वो केवल खुद को झूठा नहीं ठहराता, वो दूसरे को भी धोखा देता है. അവൻ ദൈവത്തോടും കള്ളം പറയുകയാണ്. वो परमेश्वर से भी झूठ बोलता है. അടുത്ത വാക്യം നാം വായിക്കുന്നത്, എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. और यहाँ लिखा है यदि कोई उसके वचनों को प्रमाण रखता है तो परमेश्वर का प्रेम उसमें सिद्ध है. നാം അവനിൽ ഇരിക്കുന്നു എന്ന് അതിനാൽ നമുക്ക് അറിയാം. हम जानते हैं, हमें मालूम है कि हम उसमें हैं. ദൈവത്തിന്റെ കൽപ്പനകൾ ഏത് കഷ്ടതയിലും അത് അതുപോലെ അനുസരിക്കുന്ന ഒരു പൈതലുടെ ജീവിതത്തിൽ ദൈവസ്നേഹം അവനിൽ നിറഞ്ഞിരിക്കുന്നു. മാത്രമല്ല അവൻ ദൈവത്തിൽ വസിക്കുന്നു. हर एक तकलीफ में यदि वो परमेश्वर के आज्ञाओं का पालन करता है उसमें परमेश्वर का प्रेम ही नहीं वरन वो परमेश्वर की संगति में भी बढ़ता है. ദൈവത്തിൽ വസിക്കുമ്പോൾ മാത്രമേ ദൈവത്തിന് ഫലം കായ്ക്കുവാൻ കഴിയൂ. यदि परमेश्वर में हम संगति रखते हैं, उसमें बढ़ते हैं, तो ही उसके लिए हम फल ला सकते हैं. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ കർത്താവായ യേശുക്രിസ്തു വളരെ തെളിവായി പറയുന്ന കാര്യമാണ്, यूहन्ना रचित सुसमाचार में बड़े ही व्यक्त रूप से इस बात को लिखी गई है. എന്നിൽ വസിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഫലം കായ്ക്കുവാൻ കഴിയും, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. यदि तुम मुझ में हो तो ही फल प्राप्त कर सकते हो, मेरे बिना फल संभव नहीं. സോ ആദ്യത്തെ ആ ടെസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നു. तो पहले परीक्षा हमारे लिए ये है कि क्या मैं उसकी आज्ञाओं को मानता हूँ. ദൈവവചനം നമ്മോട് ചോദിക്കുന്ന കാര്യമാണ്. यही वचन परमेश्वर हमसे पूछता है.
നാം അനുസരിക്കുന്നുവോ ഇല്ലേ? അനുസരിക്കാതെ ഞാൻ ദൈവത്തെ അറിഞ്ഞവൻ എന്ന് ഞാൻ പറഞ്ഞു നടക്കുകയാണോ? കള്ളനാണോ ഞാൻ എന്നുള്ള ചോദ്യമാണ് ദൈവവചനം എന്നോടും നിങ്ങളോടും ഇന്ന് രാവിലെ ചോദിക്കുന്നത്. परमेश्वर का वचन मुझसे और तुमसे ये पूछता है कि क्या तुम परमेश्वर को जानते हो और उसका पालन नहीं करते और इस प्रकार खुद को झूठा ठहराते हो? നമ്മെ തന്നെ ശോധന ചെയ്ത് നമ്മിലുള്ള ആ കുറവുകൾ മാറ്റുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. आइए हम खुद को जांचें और अपने आप को बदलें, उसके लिए परमेश्वर हमारी सहायता करे. രണ്ടാമതായി അതിന്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. और छठा पद कहता है, जो कहता है मैं उसमें बना रहता हूँ, वो वैसे ही चले जैसा वह चलता है. രണ്ടാമത്തെ ടെസ്റ്റാണ് അവിടെ. दूसरी परीक्षा है ये, നമ്മെ തന്നെ ശോധന ചെയ്യേണ്ട കാര്യമാണ്. हमें खुद को जांचना है. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ, ഞാൻ ദൈവത്തിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ തന്നെ നടക്കേണ്ടതാകുന്നു. यदि मैं कहता हूँ कि मैं उसमें बना रहता हूँ, इसका अर्थ ये है जैसा वो चला वैसा मैं भी चलूं. എവിടെ നടന്നതുപോലെ? वह कहाँ चला? കർത്താവ് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിച്ചുവോ അതുപോലെ തന്നെ നാം നടക്കേണ്ടതാകുന്നു. जब मसीह संसार में था, जिस प्रकार वह चला उसी प्रकार हमें भी चलना है. ഓരോ ദിവസവും വെളിച്ചം കാണുന്നതിന് മുന്നേ കർത്താവ് എഴുന്നേറ്റ് നിന്ന് തന്റെ പിതാവിനോടുകൂടെ സമയം ചെലവഴിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. हम देखते हैं मसीह हर सुबह उठता था और अपने पिता के साथ संगति बिताता था. ഒരു പ്രാർത്ഥനാ പുരുഷനായിരുന്നു കർത്താവ്. वो एक प्रार्थना का पुरुष था. ആ പിതാവായ ദൈവം തന്നെ എന്ത് കൽപ്പിച്ചുവോ അങ്ങനെ തന്നെ ഓരോ ദിവസവും ചെയ്യുന്ന ആളായിരുന്നു കർത്താവായ യേശുക്രിസ്തു. पिता परमेश्वर ने जिस प्रकार उसे बताया उसी प्रकार मसीह यीशु करता था. താൻ ചെയ്യുന്നതെല്ലാം പിതാവിന്റെ മഹത്വത്തിന് വേണ്ടി മാത്രമാണ് കർത്താവ് ചെയ്തത്. पिता परमेश्वर की महिमा के लिए ही वो जो करता था वह करता था. മാത്രമല്ല തൻ്റെ ആഗ്രഹം, പിതാവിൻ്റെ ആഗ്രഹത്തിന് എതിരായി വരുന്ന സന്ദർഭങ്ങളിൽ കർത്താവ് പറഞ്ഞ ഒരു കാര്യം, എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം പോലെ നടക്കട്ടെ. और उस समय पर जब वो कुछ और चाहता था, तब भी मसीह यीशु ने ये कहा कि मेरा कहा नहीं वरन तेरा कहा पूरा हो. താഴ്മയുള്ളവനായി അനുസരണ പരിപൂർണനായി കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചു. नम्र होकर आज्ञाकारी होकर उसने इस संसार में जीवन बिताया. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്ന ദൈവ പൈതൽ അവൻ നടന്നതുപോലെ തന്നെ നടക്കേണ്ടതാണ്. और वह पुत्र जो परमेश्वर का है, वह कहता है मैं उसमें बना रहता हूँ, उसे आवश्यक है उसी प्रकार वह चले. ഞാൻ അങ്ങനെ നടക്കുന്നുവോ? क्या मैं ऐसा चलता हूँ? തിരുവചനം നമ്മോട് ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യമാണ്. परमेश्वर का वचन ये दूसरा प्रश्न हम सबसे पूछता है. മൂന്നാമതായി നാം അവിടെ കാണുന്നത് 7-ാമത്തെ വാക്യത്തിൽ, പ്രിയമുള്ളവരെ, तीसरा पद हम देखते हैं, उसका 7वां पद, പുതിയൊരു കൽപ്പനയല്ല, ആദ്യം മുതൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പനയത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആ പഴയ കൽപ്പന നിങ്ങൾ കേട്ട വചനം തന്നെ. പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് എന്ന് പറയാം, അത് അവനിലും നിങ്ങളിലും സത്യമായിരിക്കുന്നു. ഇരുട്ട് നീങ്ങിപ്പോകുന്നു, സത്യ വെളിച്ചം ഇതാ പ്രകാശിക്കുന്നു. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പായിക്കുകയും ചെയ്യുന്നവൻ ഇന്നോളം ഇരുട്ടിലിരിക്കുന്നു. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഈടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. സഹോദരനെ പായിക്കുന്നവനോ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ട് അവൻ്റെ കണ്ണ് കുരുടാക്കുകയാൽ എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല. മൂന്നാമത് അവിടെ പറയുന്നത്, പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. दूसरा अध्याय उसके 7 से 11 में लिखा गया है, एक नई वचन, एक नई आज्ञा मैं तुम्हारे लिए लिखता हूँ. ആ വേദഭാഗത്ത് തന്നെ യോഹന്നാൻ പറയുകയാണ് അത് പഴയ കൽപ്പനയാണ്. और उसी वचन में यूहन्ना कहता है कि ये एक पुरानी आज्ञा है. എന്താണ് ഈ വിരോധാഭാസം എന്ന് നാം ഒരുപക്ഷെ ചിന്തിച്ചു പോകും. हम सोचते हैं कि ये दो विपरीत बातें क्यों कह रहा है. സ്നേഹത്തെ പറ്റിയാണ് അവിടെ യോഹന്നാൻ പറയുന്നത്. यूहन्ना यहाँ पर प्रेम के विषय में कहता है. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 18-ാം വാക്യത്തിൽ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക എന്നുള്ള പഴയ കൽപ്പനയെ പറ്റിയാണ് പറയുന്നത്. लेवी अवस्था में लिखा गया है कि अपने भाई से प्रेम करो, उस पुराने नियम के बारे में वह दर्शा रहा है. തന്റെ അടുത്ത് വന്ന ആ യുവാവായ പുരുഷന് കർത്താവ് അതിനെ കോട്ട് ചെയ്താണ് പറയുന്നത്, ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. और मसीह भी अपने सामने उस भाई को देखकर कहता है कि भाई के समान प्रेम करो.
എന്നാൽ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 44-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ കർത്താവ് ഒരു സ്റ്റെപ്പ് കൂടെ മുകളിൽ പോയി പറയുകയാണ്, ഇങ്ങനെ കൂട്ടുകാരനെ സ്നേഹിക്കുകയും ശത്രുവിനെ പകയ്ക്കുകയും വേണമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. और मत्ती रचित सुसमाचार 5 उसका 45 में लिखा है कि मित्र से प्रेम करो और शत्रु से ना रखो. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, लेकिन मसीह कहता है मैं तुमसे कहता हूँ ശത്രുക്കളെ कि तुम शत्रुओं से भी प्रेम करो. ഒരു ബാർ കൂടെ കർത്താവ് അതിന്റെ മുകളിൽ കയറ്റി വെക്കുകയാണ്. इन आज्ञाओं के ऊपर एक आज्ञा वो रखता है. നിങ്ങൾ അങ്ങനെ കേട്ടു, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കണം, അത് കൽപ്പനയാണ്. तुमने पुराना सुना, लेकिन मैं नया चीज रखता हूँ कि तुम शत्रुओं से भी प्रेम करो. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. जो तुम्हें पीड़ित करते हैं उनके लिए भी प्रार्थना करो. കൽപ്പനയാണ്. ये आज्ञा है. നാം യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ 13-ാം അധ്യായം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ബാർ കൂടെ കർത്താവ് അവിടെ കയറ്റി വെക്കുകയാണ്. यूहन्ना रचित सुसमाचार 13 अध्याय में इस आज्ञाओं के ऊपर एक आज्ञा वो रखता है നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. कि तुम एक दूसरे से प्रेम करो. ये एक नई आज्ञा वो हमें देता है. എങ്ങനെ? कैसे प्रेम करें? ഞാൻ നിങ്ങളെ സ്നേഹിച്ചത്. जिस प्रकार मैंने प्रेम किया वैसे तुम भी प्रेम करो. കർത്താവ് നമ്മെ എത്രത്തോളം സ്നേഹിച്ചു എന്നാണല്ലോ നാം ഇത്രയും നേരം ചിന്തിച്ചു കൊണ്ടിരുന്നത് കാലത്ത് ആരാധന സമയം. सुबह से आराधना के समय से हम यही स्मरण कर रहे थे कि किस प्रकार मसीह ने हमसे प्रेम किया. കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. और मसीह कहता है जिस प्रकार मैंने तुमसे प्रेम किया उसी प्रकार तुम एक दूसरे से प्रेम रखो. സഹോദരനെ പകയ്ക്കുന്നവൻ ഇരുട്ടിലായിരിക്കും. और जो अपने भाई से द्वेष रखता है वो अंधकार में है. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിലായിരിക്കുന്നു. जो अपने भाई से प्रेम रखता है वो ज्योति में है. ഇടർച്ചയ്ക്ക് അവനിൽ യാതൊരു കാരണവുമില്ല. वो ठोकर नहीं खा सकता. അവനും അങ്ങനെ അവന്റെ ജീവിതത്തിലും ഇടർച്ചയ്ക്ക് കാരണമില്ല. അവനെ കാണുന്ന അവനിൽ ആ ബന്ധം പുലർത്തുന്ന മറ്റു സഹോദരന്മാർക്കും അവനിൽ ഇടർച്ചയ്ക്ക് യാതൊരു കാരണവുമില്ല. वो जो इस प्रकार चलता है उसके जीवन में ठोकर नहीं है और उसके संगति में जो चलता है उस व्यक्ति के जीवन में भी ठोकर ना हो. എന്തുകൊണ്ടാണ് ദൈവമക്കളുടെ ഇടയിൽ പ്രയാസങ്ങൾ കടന്നു വരുന്നതെന്ന് നമുക്ക് ഇതിനാൽ മനസ്സിലാക്കുവാൻ കഴിയും. हम इस प्रकार समझ सकते हैं क्यों परमेश्वर के लोगों के मध्य परेशानियां उत्पन्न होती है. ദൈവം കൽപ്പിച്ചതുപോലെ നാം പരസ്പരം തമ്മിൽ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണല്ലേ സത്യം. कारण ये है कि जिस प्रकार परमेश्वर ने आज्ञा दी उस प्रकार हम एक दूसरे से प्रेम नहीं रखते. അങ്ങനെ ചെയ്യുവാൻ കഴിയുകയില്ലെങ്കിൽ ആ ദൈവവചനം തെളിവായി പറയുകയാണ്, നീ ഇരുട്ടിൽ നടക്കുന്നു, നീ കുരുടനാണ് എന്നാണ് ദൈവവചനം നിന്നെ यदि പഠിപ്പിക്കുന്നത്. हम ऐसा नहीं रखते हैं, परमेश्वर का वचन कहता है तू अंधकार में चलता है. എന്റെ സമയം ഇവിടെ കഴിഞ്ഞതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. मेरी समय यहाँ खत्म हुआ. മൂന്ന് ടെസ്റ്റാണ് യോഹന്നാൻ ഈ വേദഭാഗത്തിൽ കൂടെ നമ്മോട് ചോദിക്കുന്ന കാര്യം. There are 3 questions that John is asking from us. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ അവൻ കള്ളം പറയുന്നു എന്നുള്ളതാണ്. If someone says that I know him and do not follow his command, they are saying a lie. രണ്ടാമത് അവനിൽ വസിക്കുന്നു എന്ന് പറയുകയും അവൻ നടന്ന വഴിയിൽ കൂടെ നടക്കാതിരിക്കുകയും ചെയ്യുന്നവൻ അവനും കള്ളമാണ് അവിടെ പറയുന്നത്. And secondly, they say that I walk with him and do not follow him. They are also saying a lie. ദൈവത്തിൻ്റെ ആ സ്നേഹം പരസ്പരം തമ്മിൽ അത് പ്രദർശനമാക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നാം കുരുടരാണ് എന്നാണ്, നാം എവിടേക്ക് പോകുന്നു എന്ന് നമുക്ക് തന്നെ അറിയുന്നില്ല എന്നാണ് യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുന്നത്. And John again says that if we say that we love God, we do not love our brothers, we are blind and we are living in darkness. സമയക്കുറവ് കാരണം ഞാൻ ഇവിടെ നിർത്തുകയാണ്. Because we don't have enough time, I want to wind up തുടർന്ന് my ഈ church here. മനോഹരമായ ലേഖനം ഞാൻ പറഞ്ഞതുപോലെ വായിച്ച് ധ്യാനിക്കുവാൻ വലിയവനായ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Through these words, may the Lord edify all of us. May the Lord help us. അല്പസമയം എക്സ്ട്രാ എടുക്കേണ്ടി വന്നു, അതുകൊണ്ട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. I took a bit of more time. I apologize for this. ദൈവം തന്ന ഈ നല്ല സാഹചര്യത്തിന് വേണ്ടി ഒരിക്കൽ കൂടെ ദൈവത്തെ നന്ദിയോടെ ഞാൻ സ്തുതിക്കുകയാണ്. I thank the Lord for giving me this opportunity once again. തുടർന്നും നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരായി മാത്രമല്ല അത് ചെയ്യുന്നവരായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. And in this world when we are living, may the Lord help us, not just listeners but the doers of the word. ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് അവന് ഫലം കായ്ക്കുന്നവരായി ആയിരിക്കാൻ വലിയവനായ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ Wherever Lord has kept us, Lord may help us that we may bear fruit for the Lord. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.
ചെയ്യുമാറാകട്ടെ. ഈ എളിയവരെയും കുടുംബമായി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. May the Lord's name be forever glorified. Please do remember us and our families in prayer. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറക്കാതെ കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നോട്ടം തികച്ചു സ്വർഗ്ഗഗേഹേ വിരുവിനായി